നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പഞ്ചായത്തും കൊടകര തണൽ സംഘടനയും സംയുക്തമായി വയോജന ദിനം ആചരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് PJ ആന്റണി ക്യാപ്റ്റനായുള്ള നവകേരള സൗഹൃദ സന്ദേശയാത്രയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ലഹരിമുക്ത കേരളം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മറ്റത്തൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരുക്ക്. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര പഞ്ചായത്തും കൊടകര തണൽ സംഘടനയും സംയുക്തമായി വയോജന ദിനം ആചരിച്ചു. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ദിനാചരണം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷനായി. ICDS സൂപ്പർവൈസർ PM സൗമ്യ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ CDCB TK പത്മനാഭൻ, തണൽ പ്രസിഡന്റ് MO ഡേവിഡ് എന്നിവർ സംസാരിച്ചു. മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ സംവിധാനത്തിലെ ഏറ്റവും ആദ്യപടിയാണ് മജിസ്ട്രേറ്റ് കോടതി. ശിക്ഷ നൽകാൻ അധികാരമുള്ള കോടതി. ആ കോടതിയിൽ കേസ് നൽകിയാൽ മക്കള് അമ്മയ്ക്കും അച്ഛനും ചിലവിന് നൽകണം എന്നതായിരുന്നു. അതോടൊപ്പം ആ സംവിധാനത്തിൽ തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും അച്ഛനിൽ നിന്നും ഭർത്താവിൽ നിന്നൊക്കെ ചെലവിന് കിട്ടാനുള്ള അധികാരമുള്ള വകുപ്പുണ്ടായിരുന്നു. ദേശീയപാതയുടെ അപാകതകൾ പരിഹരിക്കാൻ ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുക, മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് PJ ആന്റണി ക്യാപ്റ്റനായുള്ള നവകേരള സൗഹൃദ സന്ദേശയാത്രയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. കൊടകര ഗാന്ധിനഗറിൽ ഏകലവ്യ ക്ലബ്ബ് പരിസരത്ത് നടത്തിയ സ്വീകരണത്തിന് ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ, സെക്രട്ടറി TG അജോ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി. കേരള സിറ്റിസൺ ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം Y ഔസേപ്പച്ചൻ, KCF സംസ്ഥാന കൺവീനർ ഡോക്ടർമാർ, പഞ്ചായത്ത് അംഗം ജോയ് നെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ടോൾ പിരിവിനെതിരെ ഹർജി സമർപ്പിച്ച് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് ഇടപെടൽ നടത്തിയ ഏകലവ്യ കലാകായിക സമിതി ഭാരവാഹികളായ TG അജോ, ജോയ് നെല്ലിശ്ശേരി എന്നിവരെ അനുമോദിച്ചു. സുവ്യക്തമായ ഉദാഹരണമാണ് ഹൈക്കോടതിയിൽ ദേശീയപാതയ്ക്കെതിരെ, അതിൻ്റെ നിർമ്മാണ വൈകല്യങ്ങൾക്കെതിരെ ആ വൈകല്യം പരിഹരിക്കാൻ മെനക്കെടാതെ ടോൾ വിധിക്കുന്നതിനെതിരെ ഈ സംഘടന അജോയുടെ നേതൃത്വത്തിൽ നടത്തിയ നിയമയുദ്ധം ഒരു ചരിത്ര സംഭവമായി മാറി. നമ്മുടെ ജില്ലാ കളക്ടർ ബഹുമാന്യായ ശ്രീ പാണ്ഡ്യൻ IAS അവർ ഉത്തമമായ രീതിയിൽ ഇവിടെ ഹൈവേയിൽ ഏകലവ്യ കലാകായിക സമിതി ടോൾ പ്ലാസക്കെതിരെ കേസിന് പോയ കാര്യം ഇവിടെ ഏകദേശം എല്ലാവർക്കും അറിയാം. നമ്മുടെ ഹൈവേയിൽ സ്ഥിരമായി നടക്കുന്ന ബ്ലോക്കുകൾ, ഈ പാലം പണി തുടങ്ങിയത് യാതൊരുവിധ ഒരു മുന്നൊരുക്കങ്ങളില്ലാതെയാണ് ടോൾ പ്ലാസ ഇവിടെ 3 പാലങ്ങൾ ആമ്പല്ലൂർ, പേരാമ്പ്ര, ചെറങ്ങര ഭാഗത്ത് തുടങ്ങിയത്. അത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ ഞങ്ങളിവിടെ ആംബുലൻസ് സർവീസ് ഫ്രീ ആയിട്ടാണ് ആക്സിഡന്റിൽ നടത്തുന്നത്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ലഹരിമുക്ത കേരളം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു.
അപ്പോളോ ടയേഴ്സിൽ സംഘടിപ്പിച്ച ലഹരിമുക്ത കേരളം ക്യാമ്പയിനിന് ബ്രഹ്മകുമാരി എറണാകുളം തൃശൂർ ഡയറക്ടർ രാജ്യോഗിനി BK രാധാദീദി, ഡയറക്ടർ വേണുഗോപാൽ G കുറുപ്പ്, കോർഡിനേറ്റർ ഡോക്ടർ വത്സരൻ നായർ എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ അപ്പോളോ ടയേഴ്സ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മുടെ കുടുംബജീവിതം സന്തോഷമായിരിക്കണം, സമാധാനമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കുറച്ച് പൈസ നമുക്ക് സമ്പാദിച്ച് ഈ നിൽക്കുന്ന നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കമ്പനി നല്ല രീതിയിൽ വളർന്ന് വലുതാകണം. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ശരീരത്തിന് സമാധാനം ഉണ്ടാകണം. മറ്റത്തൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. മറ്റത്തൂർ കുന്നിന് സമീപം റോഡിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ഏകദേശം ഒരാഴ്ചയോളമായി കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. ആറ്റപ്പള്ളി കടവിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം മറ്റത്തൂർ കൊടകര പഞ്ചായത്തിന്റെ പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതാണ്. വെള്ളം ഒഴുകിപ്പോയി റോഡിൽ കുഴിയായും വാഹനങ്ങൾ വീഴുന്നതും നിത്യസംഭവമായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ആറ്റപ്പള്ളി കടവിൽ സ്ഥാപിച്ചിട്ടുള്ള കുടിവെള്ള പദ്ധതിയാണ് ഈ മറ്റത്തൂർ കുന്നിൽ ഈ പൈപ്പ് ലൈൻ കഴിഞ്ഞ ഞായറാഴ്ച പൊട്ടി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും ഇതുവരെയും അതിനുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല. ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കാഴ്ചയുടെ ലോകത്തിന് കരുത്തേകാൻ നേത്രജ്യോതി ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക സൗകര്യങ്ങളോടും നവീന ചികിത്സാ സാങ്കേതിക വിദ്യകളോടും കൂടി കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ ബസ് സ്റ്റാൻഡിന് സമീപം ആരംഭിച്ച നേത്രജ്യോതി കണ്ണാശുപത്രി റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് എന്നിവർ സന്നിഹിതരായിരുന്നു. നേത്രജ്യോതി ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർമാരായ സനീഷ് കുമാർ, സജീവ് കുമാർ, ജെയ്മോൻ ജോർജ് എന്നിവരാണ് സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത്. രോഗികൾക്ക് ലോക നിലവാരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ ചികിത്സ, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നിവയ്ക്കുൾപ്പെടെ വിവിധ നേത്ര ചികിത്സാ രീതികൾ ലഭ്യമാണ്. ഫ്രെയിമുകളും പുതിയ സാങ്കേതിക വിദ്യയുള്ള ലെൻസുകളുമുള്ള ആധുനിക ഒപ്റ്റിക്കൽ ഷോപ്പ്, ഹാർഡ്, സോഫ്റ്റ്, ടാറിക് കോൺടാക്ട് ലെൻസുകളും കെരട്ടോണോകോണസിനുള്ള റോസ്കെ ലെൻസും ഘടിപ്പിക്കുന്നതിനുള്ള സൗകര്യം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, നേത്രരോഗങ്ങൾക്കുള്ള എല്ലാ മരുന്നുകളും ലഭ്യമായ ഫാർമസി എന്നീ സൗകര്യങ്ങളുണ്ട്. ഏറ്റവും മികച്ച പരിചരണം രോഗികൾക്ക് നൽകാൻ സമർപ്പിതരായ ഉയർന്ന വൈദഗ്ധ്യമുള്ള പരിചയസമ്പന്നരായ നേത്രരോഗ വിദഗ്ധർ, ഒപ്റ്റോമെട്രിസ്റ്റുകൾ, സപ്പോർട്ട് സ്റ്റാഫ് എന്നിവരുടെ സേവനവുമുണ്ട്. ദിവസവും രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തന സമയം. തിരിച്ചു പോകേണ്ടതുള്ള കാര്യങ്ങളുണ്ട്. ഔപചാരികമായിട്ടുള്ള ചടങ്ങുകൾക്കാതെ ഏറ്റവും സന്തോഷപൂർവ്വം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആശംസിക്കുക ചുമതല മാത്രമേ ഉള്ളൂ. കൊടകരയിലെ നേത്രജ്യോതിയുടെ ഐ ഹോസ്പിറ്റൽ ഞങ്ങളെല്ലാം വിഭാഗത്തോടെയും സന്തോഷത്തോടെയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരുപാട് സ്ഥാപനങ്ങൾ കൊടകരയിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥാപനങ്ങളും വരുമ്പോൾ അത് ഈ നാടിനൊരു വലിയ മുതൽക്കൂട്ടാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും, നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും, നമുക്ക് ജനങ്ങൾക്ക് നല്ല സേവനങ്ങൾ ലഭിക്കും. സഹായിച്ചു. അപ്പോൾ ആദ്യം സർവ്വ പറയുന്നു. ഞാൻ ഒഫീഷ്യൽ വോട്ടർ ടാക്സിലേക്ക് നീങ്ങുവാണ്. അതിന് ടാക്സ് പറയാനുള്ളത് നമ്മുടെ മിനിസ്റ്റർ K രാജൻ സാറിനോടാണ്. ഞങ്ങൾ മണ്ണുത്തി പോയിട്ട് സാറിനെ വിളിക്കാൻ നമ്മൾ തന്നെ സാറിനെ വിളിച്ചിരുത്തിയിട്ട് എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, എന്ത് സ്പെഷ്യാലിറ്റി ഉണ്ട്, എവിടെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചു. ശരിക്കും ഞങ്ങൾക്ക് അത് കിട്ടിയത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കിട്ടിയത്. അപ്പോൾ മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്ക്. അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ 40 വയസ്സുള്ള ചിലമ്പന്റെ ഭാര്യ യശോദയ്ക്കാണ് പരിക്ക്. ഉച്ചയ്ക്ക് 12ഓടെയാണ് സംഭവം. കൃഷിയിടത്തിൽ വെച്ച് വിറക് ശേഖരിക്കുന്നതിനിടെ കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായി. 108 ആംബുലൻസിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ രക്ഷിതാക്കളുടെ പൊതുയോഗം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രമാദേവിയുടെ അധ്യക്ഷതയിൽ കുട്ടികളുടെ പാഠ്യേതര വിഷയങ്ങൾ മികവുറ്റതാക്കാൻ അധ്യാപകർ രക്ഷിതാക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി.
വരന്തരപ്പള്ളി ഹെൽത്ത് സെന്ററിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി.ആർ. രാജേഷ് പൊതുജനാരോഗ്യ നിയമങ്ങളെക്കുറിച്ചും കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചും സംസാരിച്ചു. സ്കൂൾ മാനേജർ സഞ്ജയ് കെ നായർ, അധ്യാപകരായ എ അനൂജ, അമിത പ്രതാപ്, എൻ മിനി എന്നിവർ നേതൃത്വം നൽകി. കുട്ടി സ്കൂളിൽ നിന്ന് കിട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിക്കണം. ആ കഴിക്കുമ്പോഴും അവരുടെ ശരീരത്തിൽ ധാരാളം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടിക്ക് സന്തോഷം തോന്നുള്ളൂ. സന്തോഷം തോന്നിയാൽ മാത്രമാണ് അവൻ പഠിക്കാതിരിക്കുള്ളൂ. അപ്പൊ കുട്ടി മൊബൈല് വേണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? മൊബൈല് റീലൊക്കെ കാണും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,945 രൂപ, പവന് 87,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര പഞ്ചായത്തും കൊടകര തണൽ സംഘടനയും സംയുക്തമായി വയോജന ദിനം ആചരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് PJ ആന്റണി ക്യാപ്റ്റനായുള്ള നവകേരള സൗഹൃദ സന്ദേശയാത്രയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ലഹരിമുക്ത കേരളം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മറ്റത്തൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.